ഈ കഥയുമായിട്ട് ഈ രവീന്ദ്രൻ മാഷെ കുറിച്ച് പറയുമ്പം അദ്ദേഹം പാട്ടുകളിൽ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എന്നാൽ ആ സമയം വരെയുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടറുകളും പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിൽ വളരെ നോക്കിയിരുന്നു. പക്ഷെ രവീന്ദ്രൻ മാഷ പല സിനിമകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ജോൺസൺ മാഷോ മോഹൻ സിത്താര സാറോ ഒക്കെയാണ് ഈ പശ്ചാത്തല സംഗീതം പലപ്പോഴും ഒരുക്കി കണ്ടിട്ടുള്ളത്. സിനിമയുടെ പശ്ചാത്തല സംഗീതത്തിൽ അധികം അങ്ങനെ കൈവച്ച് കണ്ടിട്ടില്ല. അത് ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാന്ന് എപ്പോഴെങ്കിലും? അത് അല്ല, രവിയേട്ടന് ഇത് വർക്ക് കൂടുതലുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. രവിയേട്ടൻ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടൊന്നുമല്ല. ഈ വർക്ക് കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് അത് മറ്റൊരു ചെയ്താണ് പ്രശ്നമില്ല എന്നുള്ളത് വിചാരിച്ചത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യാതിരുന്ന കാരണങ്ങളൊന്നും അല്ല. അയ്യോ, വേറൊന്നുമില്ല. കാരണം ഇപ്പം അദ്ദേഹത്തിന്റെ ഒരു സംഗീതത്തെ കുറിച്ച് പറയുമ്പം കളിവിളക്കിന്റെ അവിടെ ഒരു ചെണ്ടയും അവിടെ ഒരു കഥകളിയുടെ ഒക്കെ ഒരു സ്വഭാവം, കളിവിളക്ക് തെളിയുന്നു എന്നൊക്കെ പറയുമ്പം ഇൻസ്ട്രുമെന്റ്സിന്റെ ഉപയോഗമുണ്ടല്ലോ. ഏത് വരികൾക്ക് ഏത് സ്ഥലത്ത് എന്ത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കണം എന്നുള്ള ഒരു അറേഞ്ച്മെന്റ് തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴല്ല, അത് കഴിഞ്ഞിട്ട് കമലദളത്തിന്റെ സമയത്ത് ലോഹി ഞങ്ങൾ രണ്ടുപേരും കൂടി കൊണ്ടുപോയി പിന്നെ ഇവിടെ മദ്രാസിൽ കലാക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ ഇവനെ നോക്കാനൊക്കെ ആക്കിയിരുന്നു. ഒരു വലിയ ഭാരതീയ നൃത്തം കാണാനൊക്കെ കൊണ്ടുവരുന്നു. പക്ഷെ അതിനൊന്നും രവിയേട്ടന് ശ്രദ്ധയുണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ഞാനതൊക്കെ ശ്രദ്ധിച്ചു, ഞാനവിടേക്ക് പോയി, എനിക്കത് ആവശ്യമായിരുന്നു. രവീന്ദ്രൻ മാഷെ കുറിച്ച് പറയുമ്പോൾ ഇനി ഒരാളിപ്പം നമ്മളോടൊപ്പം ചേരും. അത് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള, അല്ലെങ്കിൽ കേരളം എന്നും അഭിമാനിക്കുന്ന, കേരളത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യ ഒട്ടുക്കുമുള്ള എല്ലാ ഭാഷകളിലും അനവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ആ മേഖലയിലെ ഒരു ലെജൻഡാണ്. നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ട കേരളത്തിന്റെ വാനമ്പാടി എന്ന് പറയുന്ന KS ചിത്ര ചേച്ചി രവീന്ദ്രൻ മാഷെ ഈ അവസരത്തിൽ ഒന്ന് ഓർക്കുന്നു. രവീന്ദ്രൻ മാസ്റ്ററെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത്, ഞാൻ ആദ്യമായിട്ട് മാസ്റ്ററിനെ കണ്ട ഒരു ദിവസം തന്നെയാണ്. ട്രിവാൻഡ്രത്ത് തരങ്കിണി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഉണ്ണിത്തിരുമനസേ എന്നുള്ളൊരു പാട്ട്, വെൺകൊറ്റക്കുട കീഴിൽ എന്നുള്ളൊരു പാട്ടിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് മാസ്റ്ററിനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം എന്നെ ആദ്യമായിട്ട് ചെന്നൈയിൽ ഒരു ഫിലിമിൻ്റെ റെക്കോർഡിങ്ങിനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നതും രവീന്ദ്രൻ മാസ്റ്ററാണ്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തി, ഒരു സംഗീത സംവിധായകനാണ് രവീന്ദ്രൻ മാസ്റ്റർ. മാസ്റ്ററിൻ്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ മാസ്റ്റർ ഒരുപാട് സ്വാതന്ത്ര്യം തരാറുണ്ട് പാടുമ്പോൾ. നമ്മളിൽ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് തന്നെ പലപ്പോഴും പല പാട്ടുകളും നീ പാടിക്കോ, ഇന്ന രാഗത്തിൽ പാടിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിശ്വാസത്തോടെ പല വർക്കുകളും ഏൽപ്പിക്കാറുണ്ട്. പിന്നെ എന്നെ എപ്പോഴും മോളെ എന്നേ വിളിച്ചിട്ടുള്ളൂ. എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ്ങിന് ഞാൻ ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞിട്ട് മാസ്റ്ററിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയാണ് ലഞ്ച് കഴിച്ചത്. ആദ്യം വന്നിറങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എന്നെയും എൻ്റെ അച്ഛനെയും വിളിച്ചുകൊണ്ട് പോകാൻ വന്നതും മാഷ് തന്നെയാണ്. മാഷിൻ്റെ കാറിലാണ് ആദ്യമായിട്ട് ചെന്നൈയിൽ ഒരു ഹോട്ടലിൽ കൊണ്ട് ഞങ്ങളെ അവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് മാസ്റ്റർ പോയി. റെക്കോർഡിങ്ങിൻ്റെ സമയമായപ്പോൾ ഫോൺ വിളിച്ച് വരാൻ പറഞ്ഞു, വണ്ടി അയച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ പോയി ആ റെക്കോർഡിങ് പാടിക്കഴിഞ്ഞിട്ട് മാസ്റ്ററിൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ലഞ്ചൊക്കെ വാങ്ങിച്ചത്. അങ്ങനെ അത്ര ഒരു എന്താ പറയേണ്ട എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനം തന്നെ, അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു വ്യക്തിത്വം തന്നെയാണ് മാസ്റ്റർ എൻ്റെ ജീവിതത്തിൽ. ഭരതം, കമലദളം, KS അബ്ദുള്ള, ഇതിലെല്ലാം ചിത്ര ചേച്ചിയുടെയും പാട്ടുകളുണ്ട്. സംശയമില്ല. അതില് ഒരു പാട്ടാണ് MG ശ്രീകുമാർ പാടിയിട്ടുള്ളത്. അതിന് നാദരൂപിണി നാഷണൽ അവാർഡാണ് ആ പാട്ടിന് KS അബ്ദുള്ളക്ക്. അല്ലെ, അവാർഡുകളൊക്കെ ഒരുപാട് വാരിക്കൂട്ടിയ സിനിമ.